ഈ മോതിരം മാഡത്തിന് എന്തായാലും ചേരും, അടിപൊളിയായിരിക്കും. ആണല്ലേ കൊച്ചെ, ഇത് നല്ലതാണോടി? മാഡത്തിന്റെ അനിയത്തിയാണല്ലേ, അനിയത്തിക്ക് ഈ മോതിരം നല്ലോണം ചേരും ട്ടോ. അയ്യോ അനിയത്തി ഒന്നും അല്ല, എന്റെ മോളാ ഇത്. അയ്യോ സോറി ട്ടോ, മാഡത്തിനെ കണ്ട പ്രായം തോന്നിക്കില്ല, അതാട്ടോ. ഓ താങ്ക് യു. അയ്യടാ പൊക്കി പറഞ്ഞപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടല്ലോ. അതെ, ഈ മോതിരം ശരിക്കും ഞങ്ങൾക്കല്ല കേട്ടോ, വകയിലെ ഒരു കൊച്ചിന്റെ കല്യാണമാണ്, അവക്ക് വേണ്ടി എടുക്കുന്നയാ. അയ്യോ മേഡം, ആ കുട്ടിക്ക് ഈ മോതിരം നന്നായി ചേരും. ആണല്ലേ കൊച്ചെ, പറയടി ഇത് എടുക്കട്ടെ. ഈ മോതിരം ഗിഫ്റ്റ് കൊടുക്കണ്ടല്ലേ, അല്ലാണ്ട് എനിക്കല്ലല്ലോ, അതുകൊണ്ട് അമ്മ തന്നെ അങ്ങ് നോക്കി എടുത്താൽ മതി. ഇവളുടെ ഒരു കാര്യം. അമ്മ മറ്റേ കാര്യം ചോദിക്ക്. അടങ്ങിയിരിക്കും കൊച്ചെ. എന്താണ് മേഡം, ചോദിച്ചോളൂ. ചുക്രമണി ജ്വല്ലേഴ്സിന്റെ എല്ലാ ഗോൾഡും 916 ആണ്. അയ്യോ അതല്ല, ഇവിടെ ചോദിക്കുന്നതേ ഇതിന്റെ കൂടെ പേഴ്സ് കിട്ടുമെന്നാ. അയ്യോ ചുക്രമണി ജ്വല്ലേഴ്സ് അതൊക്കെ തരും മേഡം. അതുകൂടാതെ ചുക്രമണി ജ്വല്ലേഴ്സിന്റെ വക ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട്. ഇപ്പൊ സമാധാനമായല്ലോ നിനക്ക്? അവന്റെ അമ്മൂമ്മയുടെ ചുക്രമണി ജ്വല്ലേഴ്സ് തപ്പിന്റെ നടുക്ക് തന്നെ വലിയ അക്ഷരത്തിൽ ജ്വല്ലറിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗിഫ്റ്റ് ആണ് പോലും. എല്ലാം ചുരണ്ടി കളയട്ട്. അല്ല പിന്നെ ആ പേഴ്സ് എന്ത് ചെയ്യടി? ആ പേഴ്സ് അമ്മ തന്നെ എടുത്തോ. അതിൽ ചുക്രമണി ജ്വല്ലേഴ്സ് എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദുഷ്ടന്മാര്.